അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നതാ നമ്മളൊരു 4 മണി പലഹാരം ഉണ്ടാക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഇവിടെ എന്തായാലും വൈകുന്നേരമായി, ചായ ഇടാൻ സമയമായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ലോക്ക്ഡൗണൊക്കെ ഇല്ലേ, ഇത്തിരി ചായക്കൊരു കടിയായിട്ട് ഒരു 4 മണി പലഹാരം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ മാത്രമല്ല, ഇപ്പോൾ 1-2 പേര് റിക്വസ്റ്റ് ചെയ്ത വീഡിയോ ആണ്. കാരണം 4 മണി പലഹാരം എന്തെങ്കിലും ഉണ്ടാക്കുക, കാരണം ലോക്ക്ഡൗണൊക്കെ അല്ലേ, അവർക്കൊന്ന് പരീക്ഷിച്ച് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ പാചകമൊക്കെ പഠിച്ച് വരുന്ന ആളുകൾക്കും പിന്നെ അല്ലാതെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾക്കും എല്ലാം ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഈസി ആയിട്ടുള്ള, കാരണം വീട്ടിനകത്തുള്ള എല്ലാ സാധനങ്ങളും കുറച്ച് ഐറ്റംസ് വെച്ച് ഉണ്ടാക്കാൻ പറ്റിയ ഒരു 4 മണി പലഹാരമാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. വേറെ ഒന്നുമല്ല, മുട്ട ബജി എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, നമ്മൾ തട്ടുകടയിൽ നിന്നൊക്കെ കഴിച്ചിട്ടുള്ള സംഭവമാണ്. മിക്ക ആളുകളും അത് വീട്ടിലുണ്ടാക്കുന്ന വേറെ മോഡലാണ്. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന വളരെ ഈസി ആയിട്ടുള്ള ഒരു മോഡലിലാണ്. നമുക്ക് അതിലെന്തൊക്കെ വേണം എന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു 6 മുട്ട എടുത്തിട്ടുണ്ട്. വറുക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ, ഉപ്പ്, മുളക് പൊടി, കുരുമുളക് പൊടി, അരിപ്പൊടി, മൈദാമാവ്, ആവശ്യത്തിന് വെള്ളം, പിന്നെ സോഡാപ്പൊടി, കായം. ബജി എന്നാകുമ്പോൾ അതിനൊരു ബാറ്റർ വേണം. അപ്പോൾ ആ ബാറ്റർ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം മാവ് ആഡ് ചെയ്ത് കൊടുക്കാം. മാവ് എന്ന് പറയുമ്പോൾ 2 ഐറ്റം മാവാണ് ഞാൻ എടുത്തിട്ടുള്ളത്, മൈദാമാവും അരിപ്പൊടിയും. ഈ സാധാരണ മിക്ക ആളുകളും കടലമാവിലൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, പക്ഷേ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളത് ഇതാണ്. അപ്പോൾ ഞാൻ മാവിൻ്റെ അളവ് ഈ കണ്ടല്ലോ, ഈ ഒരു കപ്പിൽ 3/4 കപ്പ്, അതായത് ഈ ഒരു ഭാഗത്തോളം മതിയാവും. ഈ ഒരു ഭാഗത്തോളം മാവാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മൈദയും അരിപ്പൊടി സമാസമം. നമുക്ക് ഫുള്ളായിട്ട് ഞാൻ അളന്നെടുത്ത് വെച്ചിട്ടുണ്ട്. ഫുള്ള് തട്ടി കൊടുക്കാം. അരിപ്പൊടി 3/4 കപ്പ്, അതുപോലെ ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടി, ഒരു 1 ടീസ്പൂൺ മുളക് പൊടി. ഇതിൽ മുളക് പൊടി കളറിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത് കേട്ടോ. ഇതിന് മെയിനായിട്ട് മുന്നിട്ട് നിൽക്കേണ്ട പൊടി എന്ന് പറഞ്ഞത് കുരുമുളകിൻ്റെയാണ്. ഒരു 2.5 ടീസ്പൂൺ കുരുമുളക് പൊടി. പിന്നെ കായം ഞാനിവിടെ കായപ്പൊടിയാണ് മിക്കവരും യൂസ് ചെയ്യുന്നത്. പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ മറ്റേ കട്ടക്കായ ഉണ്ടല്ലോ, അതാണ്. അപ്പോൾ അതെന്തായാലും ഞാൻ ചെറിയ ചൂടുവെള്ളത്തിൽ അലിയിച്ച് വെച്ചേക്കുവാണ്. കാരണം കായപ്പൊടി പോലെ ഇതിൽ പൊടിയായിട്ട് തട്ടാൻ പറ്റില്ലല്ലോ, കട്ട പിടിച്ച് കിടക്കും. സോ ഞാനതിൻ്റെ വെള്ളമാണ് എടുക്കുന്നത്. കണ്ടില്ലേ, ഇത് അടിയിൽ ചെറുതായിട്ട് ഞാൻ ഇത്തിരി വലിയ പീസാണ് എടുത്തത്. കായപ്പൊടി ഇങ്ങനെ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ, നമ്മൾ എന്താ പറയുക, രസത്തിനെടുക്കുന്ന അത്രത്തോളം വേണ്ട, ഒരു ചെറിയ നുള്ളു മതിയാവും. പൊടിയാണെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ഇട്ടോളൂ. അപ്പോൾ നമുക്ക് ഈ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ കായത്തിൻ്റെയും കുരുമുളക് പൊടിയുടെ ടേസ്റ്റാണ് മുന്നിട്ടേക്കേണ്ടത്. നമുക്കിതൊന്ന് ഒരു ചെറിയ വിസ്ക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, അതിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് നോക്കി വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ. ഇച്ചിരി ഇട്ട് കൊടുക്കാം, കാരണം ഉപ്പ് കൂടെ എങ്ങനെ ചെയ്താൽ കുഴപ്പമില്ല, നമുക്ക് മാവിട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. എന്നാലും കൂടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒരു പച്ചവെള്ളം എടുക്കാം, ചെറിയ ഒരു ലൂക്ക് വാം വാട്ടർ എടുക്കാം. അതായത് വെറും ചെറിയ ഇളം ചൂട് മാത്രമുള്ള വെള്ളം എടുക്കാം, അല്ലാതെ പച്ചവെള്ളം എടുക്കാം നിങ്ങൾക്ക്. അപ്പോൾ കണ്ടല്ലോ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ആക്കിയെടുക്കുക. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു മാവ് കുറച്ച് ബാലൻസ് വരുമായിരിക്കും. നമുക്ക് നോക്കാം എന്താണെന്ന് നോക്കാം. ഒരു 2 മിനിറ്റ്സ് ഒന്ന് മാറ്റി വെച്ചേക്കാം. ആ ഒരു ടൈമിൽ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മുട്ട ഒന്ന് 2ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ മുട്ട കട്ട് ചെയ്തിട്ടുണ്ട്, ബാറ്റർ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മളെന്താ, ഇതിനെ വറുത്ത് കോരിയാൽ മാത്രം മതി. അതിനായിട്ട് നമ്മൾ സ്റ്റൗ ഒന്ന് കത്തിച്ച് കൊടുക്കുക. നല്ല ഹൈ ഫ്ലെയിമിൽ കിടക്കുന്ന സമയത്ത് തന്നെ നിങ്ങളിത് ഇടണം. ഇട്ടില്ല എന്നുണ്ടെങ്കിൽ അത് മൂത്ത് വരത്തില്ല. നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. മുക്കി ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള എണ്ണ. അപ്പോൾ നമ്മുടെ എണ്ണ നല്ല രീതിയിൽ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത്, നമുക്കിനി ഓരോ പകുതി മുട്ട വീതം എടുത്ത് മാവിൽ മുക്കുക, അതിലേക്ക് ഇടുക. അത്രയേ ഉള്ളൂ. അപ്പോൾ ആദ്യം ഒരു പകുതി മുട്ട എടുക്കുക. എടുത്തിട്ട്
നോക്കുക. ഫ്ലെയിം കുറച്ച് കൊടുക്കല്, നല്ല ഹൈ ഫ്ലെയിമിൽ കിടക്കുന്ന ആ ഒരു ടൈമിൽ വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിലായതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ മറിച്ചൊന്നിടാം. ജസ്റ്റ് പെട്ടെന്നാവും കേട്ടോ, കാരണം ഇത് അരിപ്പൊടിയും മൈദയാണല്ലോ, പെട്ടെന്നായിക്കോളും. കാരണം വെന്ത മുട്ടയാണ് അകത്ത്. ഈ അരിപ്പൊടിയും മൈദയും വേകാനായിട്ട് അധികം സമയമൊന്നും വേണ്ട. അപ്പോൾ നമ്മുടെ ഈസി മുട്ട ബജിയോടെ തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു ഈ സ്നാക്സ് എന്തെങ്കിലും ഉണ്ടാക്കും. കാരണം അറിയാമല്ലോ ലോക്ക്ഡൗൺ ആണ്. അപ്പോൾ ലോക്ക്ഡൗൺ ആകുമ്പോഴത്തേനും എല്ലാവർക്കും പാചക പരീക്ഷണത്തിന് മിക്കവർക്കും പറ്റിയ സമയമാണ്. അപ്പോൾ ഇതിപ്പോൾ ആൺകുട്ടികൾക്കായാലും പെൺകുട്ടികൾക്കായാലും വയസ്സായവർക്കായാലും ആർക്കായാലും ഉണ്ടാക്കാൻ എളുപ്പമെന്ന് പറ്റിയ സാധനമാണ്. അതുകൊണ്ടാണ് ഈ മുട്ടയെ തന്നെ പരീക്ഷിച്ചത്. പിന്നെ ഒരുപാട് റെസിപ്പീസ് കയ്യിലുണ്ട്. മാത്രമല്ല ഇപ്പോൾ ഞങ്ങളെ വീട്ടിലിപ്പോൾ ഞാനും ഹസ്ബൻഡായിരുന്നാലും ഇപ്പോൾ ഡയറ്റിലൊക്കെയാണ്. അപ്പോൾ എണ്ണ പലഹാരമൊക്കെ കുറച്ചേക്കുവാണ്. സോ അതുകൊണ്ടാണ് അതിലോട്ടൊന്നും അധികം ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യാത്തത്. മാത്രമല്ല ഈ ഉഴുന്നുവട പരിപ്പുവടയൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ, അതുകൊണ്ട് അതൊന്നും ഉണ്ടാക്കി കാണിക്കാത്തത്. ഇതൊക്കെ ആകുമ്പോൾ റെയറാണ്, അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ നോക്കുക കേട്ടോ. അത് നമ്മൾ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ മഞ്ഞൾപ്പൊടിയിലെയും വേറെ പൊടി വർഗ്ഗങ്ങളൊന്നും ആവശ്യമില്ല കേട്ടോ. അതുകൊണ്ട് ഈ ഒരു ചെറിയൊരു ഓറഞ്ച് ഷെയ്ഡ് തന്നെ നമ്മൾ മുളക് പൊടി ഇട്ടുകൊണ്ടാണ് കിട്ടിയത് തന്നെ. ഈ ഒരു കളറിന് വേണ്ടി മാത്രമാണ് നമ്മൾ മുളക് പൊടി യൂസ് ചെയ്തത്. വളരെ ഈസി റെസിപ്പിയാണ്, എല്ലാവർക്കും കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ കോരിയെടുക്കാം. നല്ല രീതിയിൽ എണ്ണ വാർത്തിട്ടാണ് ഇതിലിടാനായിട്ട്. നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഞാനിപ്പോൾ ഒരു 6 മുട്ട, അപ്പോൾ 12 ബജി നമുക്ക് കിട്ടും. അപ്പോൾ ബാക്കിയും കൂടെ ഉണ്ടാക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ ചൂടാറുന്ന മുട്ട ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ, നല്ല ചൂട് മണം, നല്ല ക്രിസ്പി സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. കണ്ടോ, കുലുക്കുമ്പോൾ നല്ല സൗണ്ട് കണ്ടോ, നല്ല സൗണ്ട്. ഈ സൗണ്ട് എങ്ങനെയാണ് വന്നതെന്ന് പറയട്ടെ. കാരണം നിങ്ങൾക്കിപ്പോൾ മൈദ മാവിൽ മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് മുട്ട ബജി ഉണ്ടാക്കാം. പക്ഷേ ഇതിൽ ഞാൻ കുറച്ച് അരിപ്പൊടി ചേർത്തിട്ടുണ്ടല്ലേ, അതാണ് ആ ക്രിസ്പിനെസ്സിന് കാരണം. ഇത് കാണുമ്പോൾ തന്നെ അത് തൊടുമ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് ക്രാക്ക് ആവുന്നുണ്ട്. അതാണ് ആ ഒരു ക്രിസ്പിനെസ്. നമ്മൾ ചൂടോടെ കഴിക്കുമ്പോൾ ഒരു ക്രിസ്പി ഫീൽ ഉണ്ടാവും. അതാണ് അരിപ്പൊടി ചേർക്കാനുള്ള കാരണം. ഇഷ്ടമില്ലാത്തവർ മൈദ മാവിൽ മാത്രം വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഇത് എൻ്റെ അമ്മയുടെ റെസിപ്പിയാണ്. കാരണം ഞാൻ എപ്പോഴും വീട്ടിൽ ഞാനിവിടെ നിന്ന് വീട്ടിൽ പോയി കഴിഞ്ഞാൽ അമ്മ ഇതേപോലെ ഓരോ പലഹാരങ്ങൾ ഉണ്ടാക്കി വയ്ക്കാറുണ്ട്. അതിലൊരു ഐറ്റമാണ് മുട്ട ബജി. അപ്പോഴമ്മയുടെ റെസിപ്പിയാണ് ഈ മൈദയും അരിപ്പൊടിയൊക്കെ. നല്ല ടേസ്റ്റ് ഉണ്ട്, അത് ഞാനും പഠിച്ചെടുത്ത ഇത്. അപ്പോൾ നമുക്കെന്താ ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതിന് മുമ്പ് എല്ലാവരും ഈ വീട്ടിൽ ഇരിക്കുന്ന എല്ലാവരും, അതുപോലെ എൻ്റെ അടുത്ത് 4 മണി പലഹാരം ഒന്ന് ഉണ്ടാക്കി കാണിച്ചു തരുമോ, സ്നാക്സ് 1-2 പേരുണ്ട്. അപ്പോൾ അവരൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം അറിയാമല്ലോ, ഇത് വേറൊന്നും വേണ്ട. മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, സോഡാപ്പൊടി, കായം, ഇത്രയും മാത്രം മതി. എല്ലാവരും വീട്ടിൽ ഇതുണ്ടായിരിക്കും. പിന്നെ മുട്ട ആണെങ്കിൽ പുറത്തുനിന്ന് മേടിച്ചു, അത് വീട്ടിൽ കോഴിയുള്ളവർ ആ മുട്ടയും എടുക്കാം. അപ്പോൾ നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത് ഇത്തിരി ചാലഞ്ചിങ് ആണ്, കാരണം നല്ല ചൂടുണ്ട്. അപ്പോൾ ഞാനൊന്ന് എടുത്ത് കാണിച്ചു തരാം. ഒന്ന് എടുത്തു. പിന്നെ ജസ്റ്റ് അമ്മേ തന്നെ എടുത്തിട്ടുണ്ട്. ഞാൻ കഴിച്ചു നോക്കട്ടെ. സൗണ്ടൊക്കെ ഉണ്ടോ? സോറി, ഞാൻ ഒന്നും പറയുന്നില്ല. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. വേറെ ഒരു കുഴപ്പമില്ല, എല്ലാം പാകത്തിനായിട്ടുണ്ട്. ഇനി ഒരു ചായയും കൂടെ ഇട്ട് വൈകിട്ട് കുടിക്കുക, കഴിക്കുക, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി എന്താ ചെയ്യാം? ഇനി വേറെ ഒന്നുമില്ല. ഇനി എല്ലാവരും ഈ ലോക്ക്ഡൗൺ ടൈമിൽ ഈ ഒരു മുട്ട ബജി ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെയുണ്ട് എന്നുള്ളതെല്ലാം എൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ പറയുക. ഇനി അടുത്തൊരു എപ്പിസോഡിൽ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ടിൽ ദെൻ ശ്രീലക്ഷ്മി സൈനിങ് ഫ്രം നിക്സ്മോജോ. ബൈ.